ഇതാണ് ക്രിക്കറ്റ്. രാജസ്ഥാൻ റോയൽസ് ഇതുവരെ തോൽക്കാത്ത പഞ്ചാബ് കിങ്സിനെ തോൽപ്പിക്കുന്നു. റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനോട് 8 നിലയിൽ പൊട്ടി ബാറ്റിംഗിൽ വൻ പരാജയമായിരുന്ന ഡൽഹി ക്യാപിറ്റൽസ് ഇന്നലെ രാജസ്ഥാൻ റോയൽസിനെ 225 എന്ന റണ്ണ് സെക്കൻഡ് ബാറ്റിംഗിൽ മറികടക്കുന്നു. ഈ IPL നമ്മൾ കാണുന്നത് എത്ര ബാറ്റിംഗ് ഫസ്റ്റ് ബാറ്റ് ചെയ്ത് 200, 250, 260 അടിച്ചാൽ വരെ ചേസ് ചെയ്യുന്ന ടീമുകളെയാണ്. ഇന്നലെ വൈഭവ് സൂര്യവംശി, ജയ്സ്വാൾ ഇവരുടെ വിക്കറ്റ് 1-2 ഓവറുകളിൽ തന്നെ ഈ IPL തന്റെ ആദ്യ മത്സരം മിച്ചൽ സ്റ്റാർക്കിനെ വരവേറ്റത് 6ഓടുകൂടി. അതിനുശേഷമുള്ള ബോളിൽ ഫുൾ ടോസ് എറിഞ്ഞ് ജയ്സ്വാൾ പുറത്താവുന്നു. ജെമിൻസന്റെ ഫസ്റ്റ് ഓവർ ഒരു ബൗണ്ടറിയോടെ വരവേറ്റ വൈഭവ് സൂര്യവംശിയെ രണ്ടാമത്തെ ബോളിൽ കൃത്യതയാർന്ന ഓർക്കറോടുകൂടി ബൗൾഡാക്കുന്ന ജെമിൻസൺ. ആഹ്ലാദം നമ്മൾ കണ്ടതാണ്. 15കാരനെ പുറത്താക്കിന്റെ. അത് മാത്രമല്ല, മറ്റുള്ള ബോളർമാരോടൊക്കെ ഈ 15കാരൻ എന്താണ് കാണിക്കുന്നത് എന്നുള്ള ലോകം ഉറ്റുനോക്കുന്നുണ്ട്. ഏതൊരു ബോളർക്കും പേടിപ്പെടുത്തുന്ന ബാറ്റിംഗ് തന്നെയായിരുന്നു ജൻസി പയ്യൻ വൈഭവ് സൂര്യവംശി. അദ്ദേഹത്തിന്റെ വിക്കറ്റ് കിട്ടുമ്പോൾ തീർച്ചയായിട്ടും ആഹ്ലാദം ജെമിൻസന്റെ പക്കൽ നിന്നുണ്ടാവും. അടുത്തൊരു മത്സരം 17 ഇവർ തമ്മിൽ വീണ്ടും വരുന്നുണ്ട്. അത് നമുക്ക് എന്താവും, അല്ലെങ്കിൽ വൈഭവ് സൂര്യവംശിയും ജെമിൻസനും തമ്മിലുള്ള നേർക്കുനേർ പോരാട്ടം നമുക്ക് കാണാം. 2 വിക്കറ്റ് നഷ്ടപ്പെട്ട രാജസ്ഥാൻ റോയൽസ് ക്യാപ്റ്റന്റെ ആദ്യ ഇന്നിങ്സ് ടീമിന് വേണ്ടി അത്യാവശ്യം വേണ്ട സമയത്തുള്ള പരാഗിന്റെ 90 റൺസുള്ള ഒരു ഇന്നിങ്സ് രവീന്ദ്ര ജഡേജ, ഡൊണോവൻ ഫെറേറന്റെ ഇന്നിങ്സ് നമ്മൾ തുടർച്ചയായിട്ട് കാണുന്നു. എല്ലാ കളികളും തന്റേതായ പങ്ക് ടീമിന് നിർവഹിക്കുന്ന ഒരു വ്യക്തിയാണ്. മാന്യമായൊരു സ്കോർ 225 എന്ന റണ്ണിൽ എത്തി കളി തോറ്റു. 19 പോയിന്റ് ഒരു ബോളില് കളി ഡൽഹി ക്യാപിറ്റൽ ജയിച്ചു. തുടക്കം പത്തും നിസംഗ ശ്രീലങ്ക കുറെ കളികളൊക്കെ ഫോമാണ്. പക്ഷെ ഒരു അർദ്ധശതകം IPL 26 ആദ്യമായിട്ടാണ്. പത്തും നിസംഗ, KL രാഹുലിന്റെ കാര്യം നമ്മൾ പറയണ്ട. മത്സരാർത്ഥിയാണ്. ഇതിന് ഓറഞ്ച് ക്യാപ്പിനുള്ള മത്സരാർത്ഥിയിൽപ്പെട്ട ഒരു കളിക്കാരൻ. ഇവരുടെ ബാറ്റിങ്ങും പിന്നെ സ്റ്റെപ്സ്, അശുതോഷ് ശർമ്മ അവരുടെ ബാറ്റിങ്ങും കൂടിയായപ്പോൾ വെറും 3 വിക്കറ്റ് നഷ്ടത്തിൽ ഒരു വലിയൊരു മാർജിനുള്ള ജയം തന്നെ ഡൽഹി രാജസ്ഥാൻ റോയൽസിനെതിരെ നേടി. ഇനിയുള്ള കളികളും മറ്റു വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം.